സംശയം തീർന്നോ? ഇതാർക്കാ പറ്റാത്തത്? ഞങ്ങൾക്കിങ്ങനെ ചീപ്പ് പബ്ലിസിറ്റി വേണ്ടാത്തത് കൊണ്ടല്ലേ? ഇതെന്നാത്തിനാടി മേരി ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ ഒരു എഴുത്ത്? നിങ്ങൾ എഴുതു മനുഷ്യ. എനിക്ക് നിങ്ങളുടെ കൈയക്ഷരത്തിൽ ഒന്ന് വായിക്കാനാ. എന്നാ പറ. എന്റെ കരളിന്റെ കരളെ. എന്താന്ന്? പണ്ട് അടുക്കളക്കാരി സാവിത്രിയുടെ കയ്യിൽ കൊടുത്തു വിട്ട കത്തിലെ അതേ വാചകം. ഓ, അന്നൊരബദ്ധം പറ്റിയെന്ന് വെച്ച് അത് പിന്നെയും ആവർത്തിക്കണോ? ഓ, അബദ്ധം. അതെ, നിങ്ങൾ ഇത് എഴുതി കഴിഞ്ഞ് പറയാം. എഴുതങ്ങോട്ടോ. എന്തിനാ ചേച്ചി ഇട്ടിച്ചനെ സംശയിക്കുന്നത്? നിന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ചോടി? എന്താ കല്യാണി കാര്യം? ഒരു കടലാസ് ചുരുട്ടി കൂട്ടി കിടക്കുന്നത് കണ്ടു. എനിക്ക് മോൾക്ക് വന്ന പ്രേമലേഖനാന്നും പറഞ്ഞ് അപ്പ തുടങ്ങിയ ബഹള. അത് ശരി. അപ്പോ നിനക്ക് എന്നെ സംശയമാണല്ലേ? അതെ, ഇത് നിങ്ങൾ എഴുതിയേ പറ്റൂ. എഴുത്, എന്റെ കരളിന്റെ കരളെ. കർത്താവ് പോലും പരീക്ഷിക്കപ്പെട്ടതല്ലേ, പിന്നാണോ ഭർത്താവ്? എഴുതാ. എന്റെ കരളിന്റെ കരളെ. കരളിന്റെ കരളെ. എഴുതിയല്ലോ. ഈ വീട്ടിൽ നീ വന്നത് മുതൽ എന്റെ മനസ്സിന്റെ താളം തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. എഴുതിക്കോ. കണ്ടോ കണ്ടോ, ഇവക്കിത് കാണാപ്പാടവാ. ഇത് ഇവക്ക് എഴുതിയത് തന്നെയാ. അങ്ങനെയാണെങ്കിലേ മേരി ചേച്ചിക്ക് പള്ളിയിലെ പ്രാർത്ഥനയൊക്കെ കാണാപ്പാടം അറിയാലോ. അത് മേരി ചേച്ചിക്ക് വേണ്ടി എഴുതിയതാണോ? അത് ആണോ? എടി, നീ എന്നതായി കാണിക്കുന്നത്? നിങ്ങൾ അക്ഷരം മാറ്റിയോ നോക്കട്ടെ. ഈശ്വര, രക്ഷപ്പെട്ടു. ഇട്ടിച്ചനല്ല. ഇപ്പൊ നിന്റെ സംശയം മാറിയോടി? എനിക്കിത് തന്നെ വരണം. എല്ലാവരും ചോദിക്കും, ചെറുപ്പക്കാരനായ ഇട്ടിച്ചൻ എന്തിനാ ഇങ്ങനൊരു സാധനത്തിനെ കൊണ്ട് നടക്കുന്നതെന്ന്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ? ഒരൊറ്റ ജീവിതമല്ലേ ഉള്ളൂ, ഒരാളെ അല്ലേ സ്നേഹിക്കാൻ പറ്റൂന്ന്. എന്നെ പോട്ടെ ഇട്ടിച്ച. ആത്മാർത്ഥക്ക് ഈ ലോകത്തെ ഒരു വിലയില്ല. ഞാനിനി എന്തിനാ കല്യാണി ജീവിച്ചിരിക്കുന്നത്? എന്റെ കർത്താവേ, എന്നെ അങ്ങ് എടുത്തോ. ഇങ്ങനെ കിടന്ന് ബഹളം വെക്കാതെ മനുഷ്യ. ഒരു സംശയം തോന്നി, ഞാനത് തീർത്തു. അതിനെന്താ? എന്നാലും ചേച്ചി നീ മിണ്ടരുത്. ഇട്ടിച്ചൻ കുറ്റക്കാരനല്ലെങ്കിൽ ഈ എഴുതിയത് ഇല്ലാതാവോ? നിനക്കോ നിന്റെ മോക്കോ ഒരു കാമുകനുണ്ട്. ചെലപ്പോ ചേച്ചിക്കും ആവാം. മേരിപ്പെങ്ങളെ, ഓ ഭയങ്കര വിശപ്പ്. കഴിക്കാൻ എന്താള്ളേ? സാധനം കിട്ടിയോ? ഇല്ല, അയാള് കട പൂട്ടി. ഇപ്പൊ ചന്തമുക്കൽ എവിടെയാ എന്ന് പറഞ്ഞാ ക്ലോക്ക് കൊണ്ടയാള് പോയി. അങ്ങനെ ഞാൻ വെറുതെ വിടുവോ? അയാളുടെ വീട്ടിലേക്കുള്ള വഴിയും ഭാര്യ വീട്ടിലേക്കുള്ള വഴിയൊക്കെ ചോദിച്ചെഴുതിക്കൊണ്ട് വന്നിരിക്കല്ലേ. ഈ ജോർജ് ആരാ മോൻ? ഭക്ഷണം എടുത്തു വെക്ക്. വാ. എടാ, എന്താ പെങ്ങളെ? കരളിന്റെ കരളെന്ന് കഴിഞ്ഞിട്ട് നീ എന്താ എഴുതിയത്? എനിക്ക് ഉറക്കം വരുന്നില്ലാന്ന്. അയ്യോ, എടാ കള്ള. അപ്പൊ നീയാണ് ആ പ്രണയലേഖനല്ലേ? ആർക്കാണ് എഴുതിയത്? ഇവക്കാണോ? അയ്യേ, കല്യാണി ചേച്ചിന്റെ അമ്മയെ പോലല്ലേ. അപ്പൊ താമരയ്ക്ക്. അതെ, ഞാൻ ഈ കൂട്ടിലിട്ട മൃഗത്തെ പോലെ ഇവിടെ കഴിയല്ലേ. മനസ്സിലെ ഭാരം താങ്ങാതായപ്പോ എഴുതി പോയതാ. അയ്യോ, എടാ, നീ ഒരുത്തൻ കാരണം നാറി എന്ന് ഞാനാ. ഊരടാ. എന്തൂരാൻ? നിന്റെ മുടി ഊരാൻ. അതോ ഞാൻ ഊരണോ? വേണ്ട, ഞാൻ ഊരിക്കോളാം. കണ്ണാടി പോയി നോക്കടാ. എന്റെ അപ്പന്റെ പ്രായമുണ്ട് നിനക്ക്. എടി മോളെ, ആ പ്രേമലേഖനം എഴുതിയ നിന്റെ കാമുകനെ കണ്ണു നിറച്ച് കണ്ടോ? വീർപ്പ് മുട്ടിട്ടേ കവിത എഴുതാണത്ര കുമാരനാശാൻ. ഇവന്റെ മുഖത്തൊക്കെ തുപ്പ വേണ്ടത്. എന്റെ മോളെ സ്വപ്നം കാണണമെങ്കിലേ ഒരന്തസ്സൊക്കെ വേണം. വേറെ വീട്ടുവേലക്കാരൻ. വാ മോളെ ഇങ്ങോട്ട്. പ്രേമൊന്നുമല്ല, ഒരു തമാശക്ക് ഞാൻ എന്റെ മുടി. എന്റെ മേരി, എന്നാലും നീ എന്നെ ഒരുപാട് വിളച്ചിലെടുക്കല്ലേ. നിങ്ങളും മോശമൊന്നും അല്ല.